യുവരാജ് ഗോകുൽ, അതായത് ഈ മഹാരാഷ്ട്ര രാഷ്ട്രീയ ഭാരതത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ്. മഹാരാഷ്ട്ര UP കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ കേന്ദ്രമാണ് മഹാരാഷ്ട്ര. അവിടെ ശിവസേന പിളർന്നു. അവിടെ ശിവസേന കോൺഗ്രസ് NCP സഖ്യം വലിയ തലയെടുപ്പോടെ നിന്നൊരു സമയമുണ്ട്. പക്ഷേ അവിടെ ശിവസേന പിളർന്നു, അവിടെ NCP പിളർന്നു. അതൊക്കെയും BJP ഉപയോഗപ്പെടുത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല BJP 2014 മുമ്പ് വരെ. മഹാരാഷ്ട്രയിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മാത്രം പാർട്ടിയായിരുന്നു BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി 2014 മുമ്പ് വരെ ഉള്ള ഒരു സാഹചര്യമാണ് പറയുന്നത്. 2014 ശേഷമാണ് വലിയ വളർച്ച BJP നേടുന്നൊരു സാഹചര്യം ഉണ്ടായത്. 2014 ശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേനയും കോൺഗ്രസും NCPയും ഒക്കെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സമയത്ത് BJP കംഫർട്ടബിളി വിജയത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഭരിക്കാൻ ആവശ്യമായ സീറ്റുകളിലേക്ക് കയറിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറുപക്ഷത്ത് ഒരു അലയൻസിൻ്റെ സാധ്യത വരുന്ന സമയത്ത് ഇവിടെയും നമുക്കും അലയൻസിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒറ്റയ്ക്കാണ് എല്ലാവരും നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ശിവസേന പിളർന്നു വരുന്നതിൻ്റെ അല്ലെങ്കിൽ NCP പിളർന്നു വരുന്നതിൻ്റെതായ സാധ്യതകളൊന്നും BJPയെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അപ്പുറത്തൊരു അലയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തും അതിനുള്ള സാധ്യതകൾ നമ്മൾ തേടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ശിവസേന പിളർന്നിട്ടുണ്ട്. ശിവസേന പിളർന്നിരിക്കുന്ന സമയത്തും ഇപ്പോൾ മുംബൈ മേഖലയിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു കുറച്ച് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് ഷിൻഡെ വിഭാഗത്തിനേക്കാളും മുകളിലേക്കൊരു എഡ്ജ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മറ്റ് പല മേഖലകളിലും ഷിൻഡേക്ക് വ്യക്തമായിട്ടുള്ള എഡ്ജ് ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ മഹാരാഷ്ട്ര BJPയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കാൽക്കുലേഷൻസിന് ഏറ്റവും അധികം തെറ്റിച്ച് കളഞ്ഞ സ്റ്റേറ്റുകളിൽ ഒന്നാണ്. കാരണം 48 സീറ്റുള്ളതിൽ കഴിഞ്ഞ 2 തവണ 2019-ലും 2014-ലും 40-ന് മുകളിലേക്കുള്ള സീറ്റുകൾ NDAക്ക് ലഭിച്ചിരുന്ന ഒരു സംസ്ഥാനത്ത് 20-ൽ താഴേക്ക് വെറും 17 സീറ്റുകളിലേക്ക് മാത്രമായിട്ട് NDA ചുരുങ്ങുന്ന ഒരു സാഹചര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. അതായത് ഏതാണ്ട് പകുതിക്കും താഴേക്ക് BJP പോയി എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. 40-ന് മുകളിൽ കിട്ടിയിരുന്നിടത്ത് 17-ലേക്ക് വന്നു എന്ന് പറയുമ്പോൾ പകുതിക്കും താഴേക്ക് BJP പോകുന്ന ഒരു സാഹചര്യം 2024 ഉണ്ടായി. പക്ഷെ ആ സമയത്തും അവിടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യമായിരുന്നില്ല അവിടെ നിലനിന്നിരുന്നത്. കാരണം 127 സീറ്റുകളിൽ ഇവിടെ ഭരിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യം വരെ 145 സീറ്റുകളാണ്. BJPക്ക് കനത്ത തിരിച്ചടി കിട്ടി എന്ന് പറയപ്പെടുന്ന ആ സാഹചര്യത്തിൽ പോലും 127 സീറ്റുകളിൽ അവിടെ ലീഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മഹായുതിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുന്ന സമയത്ത് മുൻപ് പറ്റിയ പാളിച്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും കൃത്യമായി ഹോംവർക്ക് ചെയ്യുകയും ഗ്രൗണ്ടിൽ കൃത്യമായി പണിയെടുക്കുകയും ചെയ്തതിന് ശേഷം വരുന്ന മഹായുതി സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വിജയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അതിയായ ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത്.